നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ CPIയുടെ ചില സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റെടുക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വർഷങ്ങളായി CPI നിന്ന് തോൽക്കുന്ന സീറ്റുകളടക്കം CPM ഏറ്റെടുക്കുമെന്നുള്ള ഒരു ശക്തമായ സൂചനകൾ ഉണ്ട്. പറവൂർ സീറ്റടക്കം 2001 മുതൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്ന പറവൂർ സീറ്റടക്കം CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലം CPI കഴിഞ്ഞ 2 തവണയായിട്ട് വിജയിച്ച തൃശ്ശൂർ നിയോജക മണ്ഡലം CPM ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളുമുണ്ട്. കഴിഞ്ഞ തവണ CPIയുടെ ബാലചന്ദ്രനാണ് അവിടെ ജയിച്ചത്, പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ചുകൊണ്ട്. കഷ്ടിച്ച് 1000 വോട്ടിനാണ് CPIയുടെ ബാലചന്ദ്രൻ തൃശ്ശൂർ സീറ്റ് നിലനിർത്തിയത്. നേരത്തെ മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ ആയിരുന്നു തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ചത്. സുനിൽകുമാർ മാറിയതിന് ശേഷം മത്സരിച്ച ബാലചന്ദ്രൻ കേവലം 1000 വോട്ടിനാണ് അവിടെ നിന്ന് ജയിച്ചത്. ഇനി ആ സീറ്റ് CPIക്ക് കൊടുത്താൽ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ അവിടെ BJP ജയിക്കുമെന്ന ഭയമാണ് CPMനുള്ളത്. അതുകൊണ്ട് തൃശ്ശൂർ സീറ്റ് CPIയിൽ നിന്നും CPM ഏറ്റെടുക്കുമെന്നുള്ള സൂചന ശക്തമാകുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ CPM കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും തവണ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് CPIക്ക് പിടിക്കാൻ കഴിഞ്ഞേക്കില്ല. കാരണം കഴിഞ്ഞ തവണ ഈ കേരളം മുഴുവൻ ഇടത് തരംഗം ആഞ്ഞടിച്ച സമയത്ത് പോലും 1000-ൽ പരം വോട്ടിനാണ് CPIക്ക് ആ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി ആ സീറ്റിൽ നിന്ന് CPI ജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് CPIയുടെ തൃശ്ശൂർ സീറ്റ് CPM ഏറ്റെടുത്താൽ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം CPM നേതൃത്വത്തിനുണ്ട്. അതുപോലെ തന്നെ പീരുമേട് സീറ്റ് ഇടുക്കി ജില്ലയിൽ CPI കാലാകാലങ്ങളായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന പീരുമേട് സീറ്റിലും CPMന് നോട്ടമുണ്ടെങ്കിലും അത് CPM അങ്ങനെ ഏറ്റെടുക്കാൻ ഉടൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പീരുമേട് സീറ്റ് CPIയുടെ ഉറച്ച സീറ്റായതുകൊണ്ട് അവർ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല. പറവൂർ പോലെയോ അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയോ ഇനി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയില്ലാത്ത സീറ്റുകളാണ് ഒരുപക്ഷെ CPMന് CPI നൽകാൻ പോകുന്നത്. അതിന് പകരം ചില സീറ്റുകൾ അവർക്ക് CPIക്ക് പകരമായി നൽകുമെന്നുള്ള സൂചനയുമുണ്ട്. ഇപ്പോൾ നാദാപുരം സീറ്റ്, കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള നാദാപുരം സീറ്റ് CPI മത്സരിക്കുന്ന സീറ്റാണ്. CPIയുടെ MLA ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പക്ഷേ ആ സീറ്റ് CPM ഏറ്റെടുത്ത് മറ്റേതെങ്കിലും ഒരു സീറ്റ്, കുറ്റ്യാടി പോലൊരു സീറ്റ് CPIക്ക് നൽകാമോ എന്നുള്ളൊരു ആലോചനയുമുണ്ട്. കാരണം ആ നാദാപുരം സീറ്റ് CPM ഏറ്റെടുത്താൽ അവിടെ ഇടത് CPM സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അടുത്ത തവണ CPI സ്ഥാനാർത്ഥി അവിടെ നിന്ന് കടന്നുകൂടുമോ എന്നുള്ള ഭയം ആ പാർട്ടിക്ക് തന്നെയുണ്ട്. കാരണം അവിടെ വലിയ തോതിലുള്ള മുസ്ലിം വോട്ട് ധ്രുവീകരണം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അടുത്ത തവണ മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം UDFന് അനുകൂലമാകുന്നുള്ളൊരു സംസാരം പൊതുവേ ഉണ്ട്. അതുകൊണ്ട് നാദാപുരം പോലുള്ള ഒരു സീറ്റ് CPIക്ക് നൽകണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ? കാരണം വരുന്ന തെരഞ്ഞെടുപ്പും ജീവൻ പറഞ്ഞ പോരാട്ടമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ സീറ്റ് CPM ഏറ്റെടുത്താൽ അവിടെ വിജയിക്കാൻ കഴിയും. അങ്ങനെ തൃശ്ശൂരായും നാദാപുരവും ഒക്കെ CPIയുടെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത് അതിന് പകരം അവർക്ക് വേറെ ഏതെങ്കിലും സീറ്റ് നൽകിയാൽ മതിയല്ലോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ CPMൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ സീറ്റ് CPI ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പറവൂരും തൃശ്ശൂരും CPIയുടെ സീറ്റുകൾ CPM ഏറ്റെടുക്കും. അതിനൊരു അംഗീകാരം അല്ലെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കുന്നതിൽ തങ്ങൾക്ക് വിരോധമില്ല എന്നുള്ള സൂചനയാണ് CPI നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.